യുദ്ധകളത്തിലെ വിജയങ്ങൾ ഇനി കേവലം ആൾബലത്തിൻ്റെയോ വെടിക്കോപ്പുകളുടെയോ മാത്രം അടിസ്ഥാനത്തിലായിരിക്കില്ല അളക്കപ്പെടുക. മറിച്ച് നിമിഷാർദ്ധങ്ങൾക്കുള്ളിൽ ശത്രുവിൻ്റെ കണ്ണ് വെട്ടിച്ച് ലക്ഷ്യം തകർക്കാനുള്ള വേഗതയുടെയും സാങ്കേതിക വിദ്യയുടെയും കരുത്തിലായിരിക്കും. ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മാരകവും അപ്രതിരോധ്യവുമായ ഒരു ആയുധ ശേഖരത്തിലേക്ക് ഇന്ത്യ ചുവട് വച്ചിരിക്കുന്നു. ശബ്ദത്തേക്കാൾ 5 ഇരട്ടിയിലധികം വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയിൽ ഭാരതം ചരിത്രമെഴുതിയിരിക്കുകയാണ്. ഇനിയൊരു ആക്രമണത്തിന് മുതിരും മുമ്പ് ശത്രുക്കൾ 100 വട്ടം ചിന്തിക്കും. കാരണം ഇന്ത്യയുടെ കയ്യിൽ ഇപ്പോൾ ലോകത്തെ വിറപ്പിക്കാൻ പോന്ന സ്വന്തം വജ്രായുധത്തിൻ്റെ കരുത്തുണ്ട്. ഹൈദരാബാദിലെ DRDL ലബോറട്ടറിയിൽ 2026 ജനുവരി 9 നടന്ന ആ അഗ്നിപരീക്ഷ വെറുമൊരു പരീക്ഷണമല്ലായിരുന്നു. മറിച്ച് ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തതയുടെ വിളംബരമായിരുന്നു അത്. ഹൈപ്പർസോണിക് എന്ന വാക്കിന് പിന്നിലെ ശാസ്ത്രം ലളിതമാണെങ്കിലും അത് പ്രാവർത്തികമാക്കുക എന്നത് അതീവ സങ്കീർണമാണ്. ശബ്ദത്തിൻ്റെ വേഗതയെ മാക്ക് 1 എന്നാണ് ശാസ്ത്രലോകം വിളിക്കുന്നത്. ഈ വേഗതയുടെ 5 മടങ്ങിലധികം, ഏകദേശം മണിക്കൂറിൽ 6100 കിലോമീറ്ററിന് മുകളിൽ സഞ്ചരിക്കുന്നതിനെയാണ് ഹൈപ്പർസോണിക് എന്ന് വിശേഷിപ്പിക്കുന്നത്. സെക്കൻഡുകൾക്കുള്ളിൽ കിലോമീറ്ററുകൾ താണ്ടുന്ന ഈ വേഗതയിൽ ഒരു മിസൈൽ കുതിക്കുമ്പോൾ അതിനെ കണ്ടെത്താനോ തടയാനോ ലോകത്തെ ഒരു റഡാർ സംവിധാനത്തിനും കഴിയില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDO വിജയകരമായി പൂർത്തിയാക്കിയ സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണം ഇത്തരമൊരു അതിവേഗ മിസൈൽ വികസിപ്പിക്കുന്നതിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ്. എന്താണ് സ്ക്രാംജെറ്റ് എഞ്ചിൻ എന്നും അതെങ്ങനെയാണ് ഇന്ത്യയുടെ മിസൈലുകളെ മാരകമാക്കുന്നത് എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണ ജെറ്റ് എഞ്ചിനുകളിൽ വായുവിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ കറങ്ങുന്ന ഫാനുകളോ കംപ്രസറുകളോ ആവശ്യമാണ്. എന്നാൽ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു മിസൈലിന് ഇത്തരം യന്ത്രഭാഗങ്ങൾ ഭാരമായി മാറും. ഇവിടെയാണ് സ്ക്രാംജെറ്റ് അഥവാ സൂപ്പർസോണിക് കമ്പസ്റ്റൻ റാംജെറ്റ് സാങ്കേതികവിദ്യ പ്രസക്തമാകുന്നത്. ഈ എഞ്ചിനുകളിൽ കറങ്ങുന്ന ഭാഗങ്ങളില്ല. മിസൈൽ അതിവേഗത്തിൽ അന്തരീക്ഷത്തിലൂടെ കുതിക്കുമ്പോൾ ഇരച്ചു കയറുന്ന വായുവിനെ സ്വാഭാവികമായ മർദ്ദത്തിലൂടെ ഉള്ളിലെത്തിച്ച് ഇന്ധനം കത്തിക്കുകയാണ് ചെയ്യുന്നത്. റോക്കറ്റുകളെപ്പോലെ കൂറ്റൻ ഓക്സിജൻ ടാങ്കുകൾ ചുമക്കേണ്ടതില്ലാത്തതിനാൽ ഈ മിസൈലുകൾക്ക് ഭാരം കുറവായിരിക്കും. അന്തരീക്ഷ വായു ശ്വസിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ഇവയെ എയർ ബ്രീത്തിങ് എഞ്ചിൻ എന്നും വിളിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന പരീക്ഷണത്തിൽ തുടർച്ചയായി 12 മിനിറ്റിലധികം സ്ക്രാംജെറ്റ് എഞ്ചിൻ പ്രവർത്തിച്ചു എന്നത് ശാസ്ത്രലോകത്തെ ഞെട്ടിച്ച നേട്ടമാണ്. ലോകത്തെ മുൻനിര രാജ്യങ്ങൾ പോലും സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന പരീക്ഷണങ്ങൾ നടത്തുമ്പോഴാണ് ഇന്ത്യ മിനിറ്റുകൾ നീണ്ട കൃത്യത തെളിയിച്ചിരിക്കുന്നത്. ഇത് വെറുമൊരു ഭാഗ്യമല്ല, മറിച്ച് DRDL രൂപകൽപ്പന ചെയ്ത ഇന്ത്യൻ സാങ്കേതിക വിദ്യയുടെയും തദ്ദേശീയ വ്യവസായ പങ്കാളികളുടെയും കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. ഈ 12 മിനിറ്റുകൾ കൊണ്ട് ഇന്ത്യ തെളിയിച്ചത് അതിവേഗത്തിൽ ബഹുദൂരം സഞ്ചരിക്കാൻ ശേഷിയുള്ള ഒരു ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വികസിപ്പിക്കാനുള്ള പൂർണ്ണ സജ്ജത ഞങ്ങൾക്കുണ്ടെന്നാണ്. ഈ നേട്ടത്തോടെ ലോകത്തെ വിരലിലെണ്ണാവുന്ന വൻ ശക്തികളുടെ പ്രത്യേക എലൈറ്റ് ക്ലബിൽ ഇന്ത്യയും ഇടം പിടിച്ചിരിക്കുകയാണ്. നിലവിൽ റഷ്യയാണ് ഈ രംഗത്തെ രാജാവ്. സിർക്കോൺ, കിൻഷാൽ, അവൻഗാർഡ് തുടങ്ങിയ ഹൈപ്പർസോണിക് മിസൈലുകൾ റഷ്യയുടെ ആയുധപ്പുരയിലുണ്ട്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ കിൻഷാൽ മിസൈലുകൾ ഉപയോഗിച്ചപ്പോൾ അവയെ തടയാൻ അത്യാധുനിക പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പോലും പാടുപെട്ടിരുന്നു. ചൈനയാകട്ടെ DF-17 എന്ന ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ വികസിപ്പിച്ച് അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്നു. അമേരിക്കയും HAWC പോലെയുള്ള പദ്ധതികളിലൂടെ ഈ ഓട്ടപ്പന്തയത്തിൽ സജീവമാണ്. ഫ്രാൻസും ജപ്പാനും ഓസ്ട്രേലിയയും ഇപ്പോഴും പരീക്ഷണ ഘട്ടങ്ങളിൽ തപ്പിത്തടയുമ്പോഴാണ് ഇന്ത്യ തങ്ങളുടെ സ്വാധീനം ഉറപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഹൈപ്പർസോണിക് ആയുധങ്ങൾക്കായി ഇത്രയേറെ വാശി പിടിക്കുന്നത് എന്നറിയാമോ? അതിൻ്റെ ഉത്തരം അവയുടെ പ്രവർത്തന ശൈലിയാണ്. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾ അന്തരീക്ഷത്തിന് പുറത്തേക്ക് പോയി ഒരു നിശ്ചിത പാതയിലൂടെ താഴേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവ എവിടെയാണ് വീഴുക എന്ന് മുൻകൂട്ടി കണക്കാക്കാനും മിസൈൽ വിരുദ്ധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർക്കാനും എളുപ്പമാണ്. എന്നാൽ ഹൈപ്പർസോണിക് മിസൈലുകൾ അന്തരീക്ഷത്തിനുള്ളിൽ തന്നെ താഴ്ന്നു പറക്കുന്നവയാണ്. മാത്രമല്ല, സഞ്ചാരത്തിനിടയിൽ ഏത് നിമിഷവും ദിശ മാറാനും ഇവയ്ക്ക് കഴിയും. കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ പാഞ്ഞു വരികയും അതേസമയം അപ്രതീക്ഷിതമായി ഗതി മാറുകയും ചെയ്യുന്ന ഒരു മിസൈലിനെ കണ്ടെത്താൻ നിലവിലെ സാങ്കേതിക വിദ്യകൾക്ക് അസാധ്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സാങ്കേതിക വിദ്യ ഒരു പ്രതിരോധ കവചം കൂടിയാണ്. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ തിരിച്ചടി അതീവ വേഗതയുള്ളതും കൃത്യതയുള്ളതുമായിരിക്കണമെന്ന് ഈ നേട്ടം ഉറപ്പു നൽകുന്നു. ഇന്ത്യയുടെ ഹൈപ്പർസോണിക് മിസൈൽ വികസന പദ്ധതിക്ക് ഇതൊരു ശക്തമായ അടിത്തറയാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് വെറുതെയല്ല. ഇത് ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നത്തിലേക്കുള്ള വലിയൊരു കുതിച്ചുചാട്ടമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സാങ്കേതിക വിദ്യയെ ആശ്രയിക്കാതെ തന്നെ ലോകത്തെ ഏറ്റവും ആധുനികമായ ആയുധം നിർമ്മിക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് നാം തെളിയിച്ചിരിക്കുന്നു.
ഭാവിയിലെ യുദ്ധങ്ങൾ സൈനികർ നേരിട്ട് ഏറ്റുമുട്ടുന്നതിനേക്കാൾ ഉപരിയായി സാങ്കേതിക വിദ്യകൾ തമ്മിലുള്ള പോരാട്ടമായിരിക്കും. അവിടെ ഇന്ത്യയെപ്പോലൊരു രാജ്യം സ്വന്തമായി ഹൈപ്പർസോണിക് കരുത്ത് ആർജിക്കുന്നത് ആഗോള സമാധാനത്തിന് പോലും ഗുണകരമാണ്. കാരണം കരുത്തരായ ഒരു പ്രതിയോഗിയെ ആക്രമിക്കാൻ ആരും പെട്ടെന്ന് മുതിരില്ല. ഇന്ത്യയുടെ ഈ ബ്രഹ്മാസ്ത്രം ഒരു യുദ്ധക്കൊതിയുടെ അടയാളമല്ല, മറിച്ച് ശാന്തി ആഗ്രഹിക്കുന്നവൻ യുദ്ധത്തിന് സജ്ജനായിരിക്കണം എന്ന ആപ്തവാക്യത്തിൻ്റെ പ്രായോഗിക രൂപമാണ്. ആകാശസീമകളിൽ ഇന്ത്യയുടെ ഈ പുത്തൻ കരുത്ത് ഇനിയൊരു കോട്ടയായി നിലകൊള്ളുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.